കേരളത്തിൽ റോബോട്ടുകളുടെ ഉപയോഗം വ്യാപകമാകുന്നു. വിവിധ ജോലികൾക്കായി ഇനി ഇന്റലിജന്റ് സർവീസ് റോബോട്ട് അസിസ്റ്റന്റുകളുടെ സേവനം ലഭിക്കും. കൊച്ചിയിലെ അസിമോ റോബോട്ടിക്സ് ആണ് ഇസ്ര എന്ന പേരിൽ ഈ റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അതിഥികൾക്ക് സ്വാഗതമോദിയും അവശ്യ സേവനങ്ങൾ നൽകിയും ഇനി റോബോട്ടുകൾ ഉണ്ടാവും. കേരളത്തിലെ വിവിധ കമ്പനികൾ ഇതിനായി ഓർഡർ നൽകിയിട്ടുണ്ട്. ഉയർന്ന സാങ്കേതികവിദ്യയും ഗവേഷണങ്ങളും വഴി ഇന്ത്യയിൽ റോബോട്ടിക്സ് വികാസം പ്രാപിച്ചതോടെയാണ് റോബോട്ടുകൾക്ക് കൂടുതൽ ആവശ്യക്കാർ ഉണ്ടായത്. മുൻകാലങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ട് റോബോട്ടിക്സ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം പറയുന്നത് പുതിയൊരു മേഖലയിലുള്ള വളർച്ചയാണ്, അതായത് സർവീസ് റോബോട്ടിക്സ്. വരുന്ന വർഷങ്ങളിൽ, അതായത് ഒരു 2025 ആകുമ്പോഴേക്ക് ഏതാണ്ട് $70 മില്യൺ ഒരു മാർക്കറ്റാണ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ചുവട് പിടിച്ച് ഞങ്ങൾ ഡിസൈൻ ചെയ്ത റോബോട്ടിൻ്റെ പേരാണ് ഇസ്ര എന്ന് പറയുന്നത്. ഇൻ്റലിജൻറ്റ് സർവീസ് റോബോട്ട് അസിസ്റ്റൻ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ മാറ്റം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റോബോട്ട്സ് കാൽപ്പനികതയിൽ നിന്നും പ്രായോഗികതയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ റോബോട്ട്സിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലാണ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളാണ് റോബോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ മനുഷ്യരുമായിട്ട് ഇടപഴകി പ്രവർത്തിക്കുന്ന റോബോട്ടുകളെയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുക. പല മേഖലകളിലും തൊഴിൽ വൈദഗ്ധ്യം ലഭിച്ചവരെ കിട്ടാനില്ലാത്തതും ഉയർന്ന പ്രതിഫലം നൽകേണ്ടി വരുന്നതും റോബോട്ടുകളുടെ പ്രാധാന്യം വർദ്ധിക്കാൻ കാരണമായെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഒരുപാട് മാൻ പവർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് പോപ്പുലേഷൻ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പല പ്രത്യേക ജോലികൾക്കും നമുക്ക് ആൾക്കാരെ, ലേബറേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും വൈറ്റ് കോളർ ജോബ് അല്ലെ ഹൈലി പെയ്ഡ് ജോബിൻ്റെ പുറകെ പോകുന്നു. അഥവാ ആരെങ്കിലും താല്പര്യപ്പെടുകയാണെങ്കിൽ തന്നെ വേണ്ടത്ര പെർഫോമൻസ് അല്ലെ ക്വാളിറ്റി ഓഫ് സർവീസ് നമുക്കതിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവിടെയാണ് ഇത്തരം റോബോട്ടുകളുടെ പ്രസക്തി വരുന്നത്. റോബോട്ടുകളുടെ സേവനങ്ങൾ പലതരത്തിലുണ്ട്. കൂടുതൽ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ കൂടുതൽ വില നൽകണമെന്ന് മാത്രം. എല്ലാ ആപ്ലിക്കേഷനും എല്ലാ തരത്തിലും ഇപ്പോൾ ഈ ഇസ്രയെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും മനുഷ്യനെ പോലെ പെരുമാറുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന രീതിയിലാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇസ്രയ്ക്ക് കാലുകളില്ല, പകരം വീലുകളാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട റോബോട്ടുകളെ നമ്മൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിൽപ്പെട്ട പാക്കേജുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇസ്രയും ആ തരത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രൈസിങ് അതിൻ്റെ ചെയ്തിരിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആവശ്യമായ ഫങ്ഷനാലിറ്റീസും ആവശ്യമായ ഹാർഡ്വെയറും ചേർത്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ഒരു പാക്കേജും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ്റെ പോലെ സ്കിന്നും മറ്റുമുള്ള മുഖത്തിൻ്റെ ചലനങ്ങളും മറ്റും ഫേഷ്യൽ ജസ്റ്റേഴ്സൊക്കെ മിമിക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലുകളുണ്ട്. അതിന് ഏറ്റവും ഉയർന്ന പ്രൈസ് ആയിരിക്കും. അങ്ങനെ ഏതുകൊണ്ട് 15ഓളം വേരിയൻസ് ആണ് ഇതിനകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അവശ്യ സേവനങ്ങളുമായി നമുക്കിടയിലേക്ക് കൂടുതൽ റോബോട്ടുകൾ വരുമെന്ന കാര്യം തീർച്ചയാണ്.